ഇന്ത്യ മുന്നണിയുടെ കഴിഞ്ഞ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത ഒരേ സമയം അവർക്കൊരു സാധ്യതയുണ്ട്, പ്രതിസന്ധിയുണ്ട്. സാധ്യത എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഭരണം കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയും വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പരീക്ഷ കടലാസ് ചോർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ ഉയർന്നു വരികയും ചെറുപ്പക്കാരുൾപ്പെടെ സമരത്തിലേക്ക് വരികയും ചെയ്യുന്നൊരു കാലമാണ്. പ്രതിസന്ധി എന്ന് പറയുന്നത് ഡി എം കെ പോലെ ഒരു പാർട്ടി, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലെ വളരെ സോളിഡായ അടിത്തറയുള്ളൊരു പാർട്ടി മുന്നണി വിട്ടു എന്നുള്ളതാണ്. പിന്നെ മമതാ ബാനർജിയെ പോലെ മുന്നണിക്കകത്തുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത അവർ, പക്ഷേ പ്രതിസന്ധി, അവരുടെ പാർട്ടിയുടെ പ്രതിസന്ധി ഉണ്ടാവാം. അവർ മുന്നണി യോഗത്തിന് ആദ്യമായിട്ട് വന്നു, പങ്കെടുത്തു. സോണിയാഗാന്ധിയൊക്കെ വളരെ ഊഷ്മളമായിട്ട് അവരെ സ്വീകരിച്ചു. അത് അവരുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് നേരിടുന്നത് ക്രൈസിസുമായി ബന്ധപ്പെട്ടിട്ടാണ്. സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ഒരു കാലത്തും അങ്ങനെ കേരളത്തിനകത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിന് പുറത്ത് അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനിൽ നിന്നൊക്കെ അവർ കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങി എം പിമാരെ ഉണ്ടാക്കിയിട്ടുണ്ട്. സി പി എമ്മിന് അങ്ങനെ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയാൻ അവർ കേരളത്തിൽ തയ്യാറല്ലാത്തതുകൊണ്ടാണ് അവർ പിണറായി വിജയനെ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജോൺ ബ്രിട്ടാസ് പോയിട്ട് സംസാരിക്കുന്നത്.